ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവജനമേ, നവംബർ 22 വിശുദ്ധ സിസിലിയ. ക്രിസ്തീയ സംഗീതം ആലപിക്കുന്നവരുടെ മധ്യസ്ഥയായ വിശുദ്ധ സിസിലിയായുടെ തിരുനാളിന്റെ എല്ലാവിധ മംഗളങ്ങളും പ്രാർത്ഥനയും നേരുന്നു. വിശുദ്ധ സിസിലിയൻ കന്യകയെ, അർത്ഥന സദയം കേൾക്കണമേ. ദേവാലയ സംഗീത മധ്യസ്ഥയെ, അനുഗ്രഹങ്ങൾ ചൊരിയണമേ. സ്വർഗരാജ്യത്തിലെ ലില്ലി പുഷ്പം എന്ന് 4-ാം നൂറ്റാണ്ട് മുതൽ അറിയപ്പെട്ടിരുന്ന സിസിലിയ ജീവിതം മുഴുവനും ദൈവത്തിനായി സമർപ്പിച്ച് ജീവിച്ച ഒരു കന്യകയായിരുന്നു. AD 180-ാം നൂറ്റാണ്ടിലാണ് സിസിലിയയുടെ ജനനം. അതിസമ്പന്നരായ മാതാപിതാക്കളുടെ അതിസുന്ദരിയായ മകളായിരുന്നു സിസിലിയ. അതുകൊണ്ട് തന്നെ അവളെ വിവാഹം കഴിക്കാൻ രാജകുമാരന്മാർ വരെ താല്പര്യപ്പെട്ടിരുന്നു. എന്നാൽ തന്റെ ജീവിതം മുഴുവൻ ക്രിസ്തുവിന് സമർപ്പിച്ചിരുന്ന അവൾ വിവാഹ ജീവിതം ആഗ്രഹിച്ചിരുന്നില്ല. എന്നാൽ വലിയ കുലീന തറവാട്ടുകാരായ മാതാപിതാക്കൾക്ക് ഇത് അപമാനകരം എന്ന് തോന്നിയതുകൊണ്ട് അവരുടെ നിർബന്ധത്തിന് വഴങ്ങി അവൾക്ക് വിവാഹത്തിന് സമ്മതിക്കേണ്ടി വന്നു. അങ്ങനെ പ്രഭുകുമാരനായ വലേറിയൻ അവളെ വിവാഹം ചെയ്തു. വിവാഹരാത്രി അവൾ ഭർത്താവിനോട് പറഞ്ഞു, എനിക്ക് ദൈവദൂതരുടെ നിരന്തര സംരക്ഷണം ഉള്ളതുകൊണ്ട് എന്നെ സ്പർശിക്കുകയോ ദാമ്പത്യബന്ധത്തിന് നിർബന്ധിക്കുകയോ ചെയ്താൽ അങ്ങേക്ക് അപകടം സംഭവിക്കും. അല്പം പരിഹാസത്തോടെ വലേറിയൻ ഇങ്ങനെ മറുപടി പറഞ്ഞു, എങ്കിൽ ആ ദൈവദൂതനെ ഞാനും ഒന്ന് കാണട്ടെ. എങ്കിൽ നീ പറഞ്ഞത് ഞാൻ വിശ്വസിക്കാം. ക്രിസ്തുമത വിശ്വാസി അല്ലാതിരുന്ന വലേറിയനോട് സിസിലി ഇങ്ങനെ പറഞ്ഞു, അങ്ങേക്ക് കാണാൻ കഴിയണമെങ്കിൽ സത്യദൈവമായ ക്രിസ്തുവിൽ അങ്ങ് ആഴമായി വിശ്വസിക്കണം. അങ്ങനെ വലേറിയനെ സെന്റ് ഉർബന്റെ അടുത്തേക്ക് അയക്കുന്നു. അവൻ സ്നാനപ്പെടുകയും സിസിലിയയുടെ മാലാഖയെ കാണുകയും ചെയ്യുന്നു. സിസിലിയ പറഞ്ഞത് 100% സത്യമാണെന്ന് മനസ്സിലാക്കിയ വലേറിയൻ ജീവിതകാലം മുഴുവൻ കന്യകയായി ജീവിക്കാൻ അവളെ അനുവദിച്ചു. വലേറിയൻ തന്റെ സഹോദരൻ ടിബർസന് മതപരിവർത്തനം എന്ന സമ്മാനം നൽകണമെന്ന് ആഗ്രഹിച്ചു. എന്നാൽ പിന്നീട് സെന്റ് ഉർബൻ വഴിയാണ് അത് പൂർത്തീകരിക്കപ്പെട്ടത്. എങ്കിലും ടിബർസനും വലേറിയനും അവരുടെ പുതിയ വിശ്വാസത്തിനായുള്ള രക്തസാക്ഷിയായി വധശിക്ഷയ്ക്ക് വിധേയരാകുന്നു. അവരുടെ തലകൾ വീഴുമ്പോൾ അവരുടെ ആത്മാക്കൾ സ്വർഗത്തിലേക്ക് ഉയരുന്നു. വിശുദ്ധ സിസിലിയ കലയിൽ പലപ്പോഴും ഓർഗൻ, വയലിൻ, ഫ്ലൂട്ട്, ഗിറ്റാർ എന്നിവയെല്ലാം വായിക്കുന്നതായി ചിത്രീകരിക്കപ്പെടുന്നു. പാരമ്പര്യപ്രകാരം അവളുടെ വിവാഹത്തിൽ സംഗീതജ്ഞർ ഓർഗൻ വായിക്കുമ്പോൾ അവൾ അവളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടി. 1620-ൽ ബറോക്ക് ചിത്രകാരനായ ആർട്ടിമിസിയ ജെന്റിലേച്ചിയുടെ ആദ്യകാല ചിത്രമാണ് സെന്റ് സിസിലിയ പശ്ചാത്തലത്തിൽ ഒരു ഓർഗനോടൊപ്പം വീണ വായിക്കുന്നത് ചിത്രീകരിച്ചിരിക്കുന്നത്. ഈ ചിത്രം ഇപ്പോൾ റോമിലെ ഗലേറിയസ് പടയിലാണ് ഉള്ളത്. 17-ാം നൂറ്റാണ്ട് മുതൽ ഇത് സ്പാഡ ശേഖരത്തിന്റെ ഭാഗമാണ്. അതിനിടയിൽ വിശുദ്ധ സിസിലിയ പ്രസംഗത്തിലൂടെ 400 പേരെ മതപരിവർത്തനം നടത്തി. തുടർന്ന് സിസിലിയയെ റോമൻ തലവൻ അൽമാച്ചിയസ് വധശിക്ഷയ്ക്ക് വിധിച്ചു. റോമൻ ദൈവങ്ങളെ ആരാധിക്കാൻ അവളോട് കൽപ്പിച്ചു. അതനുസരിക്കാത്തതിനെ തുടർന്ന് അവളെ കുളിമുറിയിൽ ശ്വാസം മുട്ടിക്കാൻ വിധിച്ചു. ഒരു രാത്രിയും പകലും അടച്ചിട്ടു. തീച്ചൂളയും ഒരുക്കി. എന്നാൽ ചൂടിൽ വിയർക്കാൻ പോലും സിസിലിയ വിധിക്കപ്പെട്ടില്ല. ഇത് കേട്ടപ്പോൾ അൽമാച്ചിയസ് അവളുടെ തല വെട്ടാൻ ആരാച്ചാരി അയച്ചു. 3 പ്രാവശ്യം അടിച്ച് തല വേർപെടുത്താൻ ശ്രമിച്ചു. പക്ഷെ സാധിച്ചില്ല. രക്തം വാർന്ന് 3 ദിവസം അവൾ ജീവിച്ചു. ജനങ്ങൾ അവളെ കാണാൻ വന്നു. അവരോട് അവൾ പ്രസംഗിച്ചു. അവസാനം അവൾ മരിച്ചു. AD 230-ലാണ് സിസിലിയ മരണപ്പെടുന്നത്. പോപ്പ് ഉർബൻ അവളുടെ ശരീരം മറ്റു വിശുദ്ധന്മാർക്കൊപ്പം റോമിനടുത്തുള്ള സെന്റ് കാലിസ്റ്റസിന്റെ ശവകുടീരത്തിലാണ് സിസിലിയയെ അടക്കം ചെയ്തത്. 9-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ പാസ്കൽ 1-ാമൻ മാർപ്പാപ്പ സെന്റ് പ്രീടെക്സ്റ്റേറ്റസിന്റെ ശവകുടീരത്തിൽ നിന്നും
അവളുടെ അഴുകാത്ത ശരീരം കണ്ടെത്തി. അവർ റോമിൽ ഇപ്പോൾ അവളുടെ നാമധേയത്തിലുള്ള ട്രാസ്റ്റെവെറിയിലെ ഒരു ബസിലിക്കയിലേക്ക് മാറ്റി. സംഗീത ആലാപനത്തിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിച്ച കന്യകയായ സിസിലിയായുടെ തിരുനാൾ നാം നവംബർ 22 കൊണ്ടാടുന്നു. പാടുന്നവർ ഇരുമടങ്ങ് പ്രാർത്ഥിക്കുന്നു എന്നാണ് വിശുദ്ധ അഗസ്തീനോസ് പറയുന്നത്. പാടി പ്രാർത്ഥിക്കുന്നത് സ്വർഗം ഏറെ ഇഷ്ടപ്പെടുന്നു എന്നാണ് പല വിശുദ്ധരും പറയുന്നത്. എപ്പോഴും ആത്മാവിൽ ആനന്ദിച്ച് പാടി എന്നതാണ് സിസിലിയായുടെ മഹത്വം. സങ്കീർത്തനം 30:4 ഇങ്ങനെ പറയുന്നു: കർത്താവിന്റെ വിശുദ്ധരെ അവിടുത്തെ പാടി പുകഴ്ത്തുവിൻ, അവിടുത്തെ പരിശുദ്ധ നാമത്തിന് കൃതജ്ഞതയർപ്പിക്കുവിൻ. വീണ്ടും സങ്കീർത്തകൻ 30:12 പറയുന്നു: ഞാൻ മൗനം പാലിക്കാതെ അങ്ങയെ പാടി പുകഴ്ത്തും. അതെ, ദൈവനാമത്തെ മഹത്വപ്പെടുത്തി ഏത് ജോലി ചെയ്യുമ്പോഴും ആത്മാവിൽ ആനന്ദിച്ച് നിരന്തരം ദൈവസ്തുതികൾ മീട്ടി ഹൃദയത്തിൽ പാടി പ്രാർത്ഥിക്കാൻ കൃപ തരണമേ എന്ന് വിശുദ്ധ സിസിലിയായുടെ മാധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി വിശുദ്ധ സിസിലിയായുടെ തിരുനാൾ മംഗളങ്ങളും പ്രാർത്ഥനയും നേരുന്നു. നന്ദി.